ബഗ്ദാദിൽ അല്ല കൂഫയിൽ നിന്ന് ബസറയിലേക്ക് പോകുമ്പോ മനോഹരമായ പാടശേഖരത്തിന്റെ ഓരത്ത് അർറിഫാ എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു പുണ്യനബിയുടെ പേരക്കുട്ടി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിലെ വീട്ടിന്റെ മുറ്റത്ത് കൊച്ചുനാളിൽ സുബഹി കഴിഞ്ഞാൽ വാരിയെടുക്കും മണ്ണ്. എന്നിട്ട് ആദരവോടെ അതരപുടങ്ങളിലേക്ക് ചേർത്ത് ചുംബിക്കുകയാണ്. ആളുകൾ ചോദിച്ചു, അഹ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു, മോനെ എന്തിനാണ് ഈ മണ്ണ് എന്നും ചുംബിക്കുന്നത്? മുത്തുമോന്റെ മറുപടി, ഞാൻ ഈ മണ്ണല്ല ചുംബിക്കുന്നത്, ഈ മണ്ണ് ദൂരെ ദൂരെ മദീന മുനവ്വറയിലെ എന്റെ വെള്ളിപ്പയുടെ ജദ്ദി വസനദി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫിലെ മണ്ണാണ് ചുംബിക്കുന്നത്. പ്രണയത്തിന്റെ ലോജിക്ക് പറഞ്ഞപ്പോഴ് ഹൃദയം സ്വീകരിക്കാതെ അവർ ചോദിച്ചു, മോനെ നിങ്ങളുടെ വെള്ളിപ്പാപ്പ ദൂരെ മദീനയിലല്ലയോ, ഇത് ബഗ്ദാദല്ലയോ മോനെ, ഇവിടെ എങ്ങനെ ഹബീബിന്റെ മണ്ണും ഖബറ്? കുട്ടിച്ചിരിയോടെ പറയുകയാണ്, ഏതു മനുഷ്യനും പ്രണയം തിരിയാതെ വരുമ്പോൾ പ്രണയത്തിന്റെ സാന്ദ്ര സ്നേഹത്തിന്റെ ചഷകം നിറച്ച എത്ര ആരിഫീങ്ങളാണ്, ആശിഖീങ്ങളാ, ദർവേശുകളാ. അവര് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ആ കൊച്ചുകുട്ടി പറയുകയാണ്, ഈ വാരിയെടുത്ത മണ്ണില്ലേ, അത് ഈ മണ്ണ് ഞാൻ വാരിയെടുത്തപ്പോഴോ അതിനോട് ചേർന്ന് കിടക്കുന്നൊരു മണ്ണില്ലേ, ഉണ്ട് മോനെ. അപ്പൊ കുട്ടി ചോദിച്ചു, അതിനോട് മുട്ടി നിൽക്കുന്ന മണ്ണില്ലേ? ഉണ്ട് മോനെ. അതിനോട് തട്ടി നിൽക്കുന്ന മണ്ണില്ലേ? ഉണ്ട് മോനെ. അഹ്മദുൽ കബീർ റിഫായി വിടാതെ പറഞ്ഞു, അങ്ങനെ മുട്ടി മുട്ടി ചേർന്ന് 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 ഇലൽ മദീന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ശരീഫില് എന്റെ വെള്ളിപ്പാപ്പയുടെ ഖബർ ശരീഫിനോട് ചേർന്ന മണ്ണിനോട് ചേർന്ന് കിടക്കുകയല്ലേ ഇതിന്റെ അറ്റം. അതുകൊണ്ട് ഞാൻ എന്റെ വെള്ളിപ്പയുടെ ഖബറില് മണ്ണാണ് ചുംബിക്കുന്നതെന്ന് പ്രണയത്തിന്റെ രസതന്ത്രം പറഞ്ഞ അഹ്മദുൽ കബീർ റിഫായി. ഇങ്ങനെ എത്രയാളുകളാണ് പറഞ്ഞുപോയത്.